ഇങ്ങോട്ട് വന്നേ കണ്ടോ കേരളത്തിൽ CPM കേന്ദ്രത്തിനെതിരെ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രാജ്ഭവനിൽ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ആഴ്ചയാണ് വലിയൊരു മാർച്ച് നടന്നത്. ഡൽഹിയിൽ നടന്ന മാർച്ച് താങ്കൾ കണ്ടില്ലേ ശ്രീ പത്മനാഭൻ? കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് രാപ്പകൽ സമരം 3 ദിവസം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, പക്ഷെ അങ്ങനെ വന്നല്ലോ. ശ്രീ പത്മനാഭൻ, കേന്ദ്രത്തിലെ BJPക്കെതിരെയുള്ള ഒരു ബദൽ മതേതരത്വ മുഖമാണ് കേരളത്തിലെ LDF സർക്കാർ എന്നാണ് വിശേഷിപ്പിച്ചത്. കേന്ദ്രം കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുമ്പോഴും തനതു വരുമാനം കണ്ടെത്താൻ വേണ്ടി വിദേശ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി ഉള്ള പദ്ധതികളാണ് ഇപ്പോൾ ഇന്ന് പിണറായി വിജയൻ അവതരിപ്പിച്ച രാഷ്ട്രീയ നയരേഖയിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടുത്ത വട്ടവും ഭരണം പിടിക്കുക, 3ാം വട്ടവും ഭരണം പിടിക്കുക എന്നത് തന്നെയാണ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്തതെന്ന് പറയുമ്പോൾ പാർട്ടി പൂർണ്ണമായും സർക്കാരിൻ്റെ എല്ലാ നീക്കങ്ങൾക്കും പൂർണ്ണമായും പിന്തുണ നൽകുമ്പോൾ 2026 തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കാഹളം കൂടി ഇന്നിപ്പോൾ പാർട്ടി സമ്മേളനത്തിൽ താങ്കൾക്ക് ചെവിയോർത്താൽ കേൾക്കാൻ കഴിയുന്നുണ്ടോ ശ്രീ പത്മനാഭൻ? വിജയേട്ടനെ ആരോ എവിടുന്നോ പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട്. അരുൺ, നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1.76% വോട്ട് കിട്ടിയ ഒരു പാർട്ടിയെ പറ്റിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് കിട്ടിയത് 1.4%, 0.4% വോട്ടാണ്. CPMന് കിട്ടിയത് 1.76%. എന്ന് വെച്ചാൽ 0.72% വോട്ടിന്റെ വ്യത്യാസം നോട്ടയും ഇവരും തമ്മിലുള്ളൂ. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. ഇനി അതെങ്ങനെ കിട്ടിയതാന്നുള്ള ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇതൊരു തമിഴ്നാട് തെരഞ്ഞെടുപ്പിന്റെ ചിത്രമാണ്, ഇലക്ട്രൽ പിക്ചറാണ്. 22 സീറ്റ് DMK, 9 സീറ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, 2 CPI, 2 CPM, 2 VCK, 1 IUML, 1 MDMK. ഞാൻ പറയാൻ കാരണം എന്താ അറിയോ, ഈ വാർത്ത നിങ്ങളുടെ ചർച്ച തുടങ്ങുന്നതിന് മുന്നേ ഗോവിന്ദൻ മാഷെ എന്തോ ലീഗിനെതിരെയുള്ള വലിയ ഗീർവാണമൊക്കെ കേട്ടു. മതരാജ്യം ഉണ്ടാക്കാൻ നടക്കുകയാണ് മുസ്ലിം ലീഗിന്ന്. ഈ സഖ്യത്തിൽ നിന്ന് പിന്മാറുമോ? തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ 2 സീറ്റാണ് ഇപ്പോൾ CPMന് 4 സീറ്റ് ലോക്സഭയിൽ എത്തിച്ചിരിക്കുന്നത്. ആ 2 സീറ്റും INLന്റെ അല്ല കേട്ടോ. ഈ പാർട്ടി ഒരു വിചിത്ര പാർട്ടിയാണ്. കേരളത്തിൽ INLുമായി സഖ്യം, തമിഴ്നാട്ടിൽ IUMLുമായി സഖ്യം. എനിക്ക് ലീഗുകാരുടെ സങ്കടം തോന്നുന്നത്, ലീഗിന്റെ ബദ്ധശത്രുവാണ് INL. അവരെ സഖ്യം ഉണ്ടാക്കുക കേരളത്തിൽ, ആ പാർട്ടിയായിട്ട് തമിഴ്നാട്ടിൽ IUML സഖ്യം ഉണ്ടാക്കുക. അങ്ങനെ IUML വരെ സഖ്യമുണ്ടാക്കിയിട്ട് കിട്ടിയ 2 സീറ്റ്, പിന്നെ രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ സഹായത്തോട് കിട്ടിയ 1 സീറ്റ്. ഞങ്ങൾ ഈ പാർട്ടിയെ, ഭാരതീയ ജനതാ പാർട്ടി ഈ പാർട്ടിയെ, CPMനെ കാണുന്നത് കോൺഗ്രസിന്റെ ഒരു ഘടക കക്ഷിയായിട്ടാണ്. കോൺഗ്രസിന് ഇന്ത്യയിൽ നിരവധി സംസ്ഥാനങ്ങളിൽ നിരവധി ഘടകകക്ഷികളുണ്ട്, ചെറുതും വലുതുമായ. സമാജ്വാദി പാർട്ടിയെ പോലെ വലിയ കരുത്തരായ ഘടകകക്ഷികളുണ്ട്. എന്നാൽ CPMനെ പോലുള്ള ചെറിയ ഘടകകക്ഷികളുണ്ട്. ഇത് കോൺഗ്രസിൻ്റെ ഒരു ഘടകകക്ഷിയാണ്. ഇവരിങ്ങനെ വലിയ വർത്തമാനം പറയുന്നതിലൊന്നും അർത്ഥമില്ല. ഇവർ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഇന്ന് പറയും. അതിവരുടെ സ്വഭാവമാണ്. പണ്ടൊക്കെ 20 കൊല്ലം കഴിഞ്ഞാലാണ് മാറ്റി പറയുക. ഇപ്പൊ 10ഓ 15ഓ ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. നന്നായിട്ട്. കാരണം എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് രാജീവ് ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അന്ന് കേരളത്തിൽ ഇവർ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്താ അറിയോ? കേന്ദ്ര വിരുദ്ധ സമരമാണ്. മനുഷ്യക്കോട്ട, മനുഷ്യച്ചങ്ങല ഒക്കെ കേന്ദ്ര വിരുദ്ധ, കേന്ദ്ര അവഗണനയ്ക്കെതിരെ. ഇന്നിപ്പോൾ അതൊന്നും നടത്താൻ ആളെ കിട്ടാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല. ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുത്തു കേന്ദ്ര സർക്കാരിനെതിരെ. എന്തായി? മറുപടി പറയണ. കേരളത്തിൽ CPM കേന്ദ്രത്തിനെതിരെ വലിയ പോരാട്ടങ്ങളൊക്കെ നടത്തുന്നുണ്ട്. രാജ്ഭവനിൽ അടുത്ത കാലത്താണ്, കഴിഞ്ഞ ആഴ്ചയാണ് വലിയൊരു മാർച്ച് നടന്നത്. ഞങ്ങൾ അവിടെ ഡൽഹിയിൽ നടന്ന മാർച്ച് താങ്കൾ കണ്ടില്ലേ ശ്രീ പത്മനാഭൻ? കേരള ഹൗസിൽ നിന്ന് ജന്തർ മന്ദറിലേക്ക് രാപ്പകൽ സമരം 3 ദിവസം. നരേന്ദ്രമോദി ജന്തർ മന്ദറിൽ ഡോക്ടർ അരുൺ പോയിട്ടുണ്ടല്ലോ. എത്ര സമരം നടക്കും? സമരങ്ങളുടെ ഒരു ഘോഷയാത്ര നടക്കുന്ന സ്ഥലമാണ് അത്. വിചിത്രമായ സമരങ്ങൾ അവിടെ കാണാം. ഇതൊന്നും അറിയണ്ടേന്ന്. ഈ രാജ്യം അറിയാത്ത സമരം നടത്തിയിട്ട് എന്താ കാര്യം? കേരളത്തിന് പുറത്ത് ഈ പാർട്ടി നടത്തുന്ന സമരങ്ങൾ ആരും അറിയുന്നില്ല. ഈ 30 വർഷം മുന്നേ എന്തായിരുന്നു ഇടതുപക്ഷം, അതിൻ്റെ അസ്ഥികൂടമാണ് ഇന്നത്തെ ഇടതുപക്ഷം. 30 വർഷം മുന്നത്തെ ഇടതുപക്ഷത്തിൻ്റെ അസ്ഥികൂടമാണ് ഇന്നത്തെ ഇടതുപക്ഷം. ഇതിനാരാ ഉത്തരവാദി? 50കളിലും 60കളിലും
ഒക്കെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ചെറുപ്പക്കാർ, അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തൊഴിൽ തേടി പോകുന്ന 2 സ്ഥലങ്ങളായിരുന്നു ബോംബെയും കൽക്കട്ടയും. ബോംബെയും അന്ന് ബോംബെയാണ്, കൽക്കട്ടയും. ഇന്നെന്താ സ്ഥിതി? ബോംബെ ഇന്നും അങ്ങനെ തന്നെ, മുംബൈ പേര് മാറ്റിയപ്പോഴും അങ്ങനെ തന്നെ തൊഴിൽ തേടി ചെറുപ്പക്കാർ പോകുന്നു. ബാംഗ്ലൂർ വളർന്നു വന്നു, ഹൈദരാബാദ് വളർന്നു വന്നു, ചെന്നൈ വളർന്നു വന്നു. അന്ന് വെറും ഒരു രാഷ്ട്രീയക്കാരുടെ നഗരമായിരുന്ന ഡൽഹി ഇന്ന് മഹാനഗരമായി. ഡൽഹിക്ക് ചുറ്റും നോയിഡ, ഗുരുഗോൺ പോലുള്ള വൻ വ്യവസായ കേന്ദ്രങ്ങൾ വന്നു. 34 കൊല്ലം ഭരിച്ചിട്ട് കൽക്കട്ട എന്ന വ്യവസായ നഗരത്തെ തകർത്തു. വ്യവസായങ്ങളുടെ ശവപ്പറമ്പായി കൽക്കട്ടയെയും ബംഗാളിനെയും മാറ്റി. ഇതാണ് ഈ പാർട്ടിയുടെ സംഭാവന. ഈ പാർട്ടി പറയുന്നതൊക്കെ ഹമ്പക്കാണ്. എന്നെ കൊണ്ട് പോകുള്ളൂ തോന്നുന്നത്. ഈ ഹമ്പക്ക് ഞാൻ ഇടതുമുന്നണിയും കോൺഗ്രസും മാത്രം മാറി മാറി ഭരിച്ച കേരളത്തിലാണ് അതിദരിദ്രരില്ലാതെ വരാൻ പോകുന്നത് നവംബർ 1-ാം തീയതി. പറയുമ്പോ ഫീൽ ചെയ്യരുത്, നിങ്ങൾക്ക് ഈ പണി പറ്റിയതല്ല. ഇതേ കേരളത്തിലാണ് ഒരു രാഷ്ട്രീയ കലാപവും ഇടതുമുന്നണിയും കോൺഗ്രസും മാറി മാറി ഭരിച്ച ഇതേ കേരളത്തിലാണ് ഒരു വലിയ കലാപവും പൊട്ടിപ്പുറപ്പെടാതെ പോയത്. ചെറുപ്പക്കാർ ഗൾഫ്, പിന്നെ മാറാട് നടന്നത് എന്തായിരുന്നു? കലാപല്ലായിരുന്നോ? ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. ചെറുപ്പക്കാർ ഗൾഫ് പോയിട്ടാണ് അരുണേ. ചെറുപ്പക്കാർ ഗൾഫിൽ പോയി, പിന്നീട് യൂറോപ്പിൽ പോയി നഴ്സിംഗും മറ്റു ജോലിയായിട്ട്. ഇപ്പൊ ലോകം മുഴുവൻ പോകുന്നു മലയാളി. അത് അന്ന് ഗൾഫ് പോയവൻ അയച്ച മണി ഓർഡർ എക്കണോമി എന്നൊന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? കേരളയുടെ ബാക്ക് ബോൺ ഈസ് മണി ഓർഡർ എക്കണോമി. നമ്മൾ കേട്ട് പഠിച്ച സംഗതിയാണ്. അതിൽ പിന്നെ നാണ്യവിളകളും, നാളികേരം, റബ്ബർ, കുരുമുളക്, ഏലം, ഇഞ്ചി, റബ്ബർ, ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ബംഗാൾ നന്നാവണ്ടേ? മുച്ചൂട് മുടിച്ചില്ലേ ബംഗാളിനെ? കുത്തുവാള എടുപ്പിച്ചില്ലേ ബംഗാളിനെ? കേരളത്തിൽ വന്ന് കൂലിപ്പണി എടുത്ത് ജീവിക്കുകയല്ലേ ആ പാവങ്ങൾ? ഇപ്പൊ അവിടെ കഷായത്തിന് കൂട്ടാനില്ലാണ്ടായില്ലേ? 1.5 കൊല്ലം കൊണ്ടല്ലേ ഞങ്ങൾ ത്രിപുര പിടിച്ചത്? ഞങ്ങൾ ത്രിപുരയിൽ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ത്രിപുരയിലെ റോഡുകൾക്ക് കറുത്ത നിറം വന്നത്. അത് പിന്നെ വിഷമമുണ്ടല്ലേ? പക്ഷെ അപ്പോഴും ശ്രീ പത്മനാഭൻ, കേരളത്തിൽ 740 രൂപ അടിസ്ഥാന അല്ലെങ്കിൽ 700 രൂപ മിനിമം വേതനമായിട്ട് നൽകുന്ന ഒരു സംസ്ഥാനമായി മാറിയത് എങ്ങനെയാണ്? 10,000-കണക്കിന് ചെറുപ്പക്കാർ ഗൾഫിൽ പോയി. ആ പണം ഇവിടേക്ക് ഒഴുകി. മുക്കിലും മൂലയിലും കുഗ്രാമങ്ങളിൽ വരെ മണിമാളികൾ ഉയർന്നു വന്നു അല്ലേ? ഈ ഗൾഫുകാരൻ ഒഴുകിയ പണം കൊണ്ട് കെട്ടിപ്പൊന്തിച്ച മണിമാളികളല്ലേ ഇവിടെ തൊഴിലവസരങ്ങൾ, നിർമ്മാണ മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുത്തത് അല്ലേ? അല്ലാന്ന് പറയാൻ പറ്റുമോ? ചാവക്കാട് മിനി ഗൾഫ്, നാദാപുരം മിനി ഗൾഫ് എന്ന് വേണ്ട, കാസർഗോഡ് എവിടെ നോക്കിയാലും മിനി ഗൾഫ്. ഇപ്പൊ യൂറോപ്യൻ പൈസ. തെക്കൻ കേരളത്തിലേക്ക് പോയാൽ തിരുവല്ലക്കാര് മുഴുവൻ ഇപ്പൊ അവിടെ തിരുവല്ലക്കടുത്ത് ഒരു ഗ്രാമമുണ്ടല്ലോ, വെറും വാർദ്ധക്യം ബാധിച്ച ആളുകൾ മാത്രം താമസിക്കുന്ന, എൻ്റെ പേര് നാവിൽ വരുന്നില്ല. അവിടേക്ക് ആ ഗ്രാമത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാഷണലൈസ്ഡ് ബാങ്കിന്റെ ശാഖകളുള്ള ഗ്രാമം. അവിടെ കൊടുക്കുന്ന പൈസ ഇങ്ങനെ മിണ്ടാൻ പറ്റാതെ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ? അണ്ണാക്കിലെ പിരിവെട്ടി. നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞു. ചോദ്യത്തിലേക്ക് വന്നാൽ ഈ മാറ്റത്തെ താങ്കൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ചോദ്യം. ഇതൊക്കെ ഹമ്പക്കാണ്. മാർക്സിസ്റ്റ് പാർട്ടി ഇന്നൊന്ന് പറയും, 20 കൊല്ലം കഴിഞ്ഞ് മാറ്റി പറയും. അപ്പോഴേക്കും ആ കാലം മാറിയിട്ടുണ്ടാവും. പറഞ്ഞിട്ടൊരു ഗുണവുമില്ല. ഈ പാർട്ടി ഭരണ തുടർച്ചയെപ്പറ്റി അഹങ്കരിക്കുന്നുണ്ടല്ലോ. ഈ പാർട്ടിക്ക് ഭരണ തുടർച്ച കിട്ടിയത് UDF-കാരുടെ പൊളിറ്റിക്കൽ ബ്ലണ്ടർ കാരണമാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് പിണറായി വിജയനെ തോൽപ്പിക്കാനല്ലായിരുന്നു താല്പര്യം. ഒരു സീറ്റുള്ള BJP-യുടെ നേമത്തെ സീറ്റിൽ BJP-യെ തോൽപ്പിക്കാനായിരുന്നു അവർക്ക് പ്രാധാന്യം കൊടുത്തത്. അതിനുള്ള അധികാരവും സ്വാതന്ത്ര്യം അവർക്കുണ്ട്, ജനാധിപത്യ രാജ്യ. പക്ഷേ ഒരു സീറ്റുള്ള BJP-യുടെ പിന്നാലെ അവർ പോയപ്പോൾ ചുളുവിൽ ഇവർ ജയിച്ചു കയറി. മൂന്നാമത് ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്നുണ്ട് പാർട്ടി. എത്രത്തോളം അകലെയാണ്, എത്രത്തോളം അടുത്താണ്? 1958 അമൃത്സറിലെ പ്രത്യേക പാർട്ടി കോൺഗ്രസ്, ആ പാർട്ടി കോൺഗ്രസിൽ ഒരു പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ആ പ്രമേയമാണ് CAA നിയമത്തിന്റെ അടിസ്ഥാനം. അതായത് പശ്ചിമ പാകിസ്ഥാനിലും കിഴക്കൻ പാകിസ്ഥാനിലും അഭയാർത്ഥികളായി വന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും ക്രിസ്ത്യാനികളെയും ഇവിടുത്തെ സർക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല, അവരെ ശത്രുക്കളായി കാണുന്നു, അത് മാറ്റണം എന്ന് പ്രമേയം പാസ്സാക്കിയ പാർട്ടി ഞങ്ങൾ CAA നിയമം കൊണ്ടുവന്നപ്പോൾ അതിനെ എതിർത്തു. ഇത് പരസ്പര വിരുദ്ധതയുടെ ഒരു സാധനമാണ്, കോൺട്രഡിക്ഷൻ. CPI-യും CPM-ഉം ഒക്കെ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ ഇസ് എ ബഞ്ച് ഓഫ് കോൺട്രഡിക്ഷൻസ്. അതിൽ പെട്ട് തകർന്ന് തരിപ്പണമാവുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, കോൺഗ്രസ്സുകാരുടെ അബദ്ധം കൊണ്ടാണ് കഴിഞ്ഞ തവണ അധികാരത്തിൽ വന്നത്. ഇത് കേരളത്തിലെ ഈ ഭരണം ഇതോടുകൂടി അവസാനിക്കും. ശരി, തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കണേ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.